നമസ്കാരം, എല്ലാവർക്കും വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററാണ്. സീരീസ് ആൻഡ് പാരലൽ കണക്ഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. വൈദ്യുത താപഫലം ഉപയോഗങ്ങൾ. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് യൂസസ്. വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. എങ്ങനെയാണ്? വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ എന്ന് പറയുന്നത്, അഥവാ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ്. ഇവയിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറ്റപ്പെടുന്നു. ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഫിഗറിൽ കുറച്ച് ഹീറ്റിംഗ് അപ്ലയൻസസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സോൾഡറിങ് അയൺ ആണ്, രണ്ടാമത്തേത് ഹീറ്ററും, മൂന്നാമത്തേത് വാട്ടർ ഹീറ്ററും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ വൈദ്യുത താപന ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇതിൽ ഇലക്ട്രിക് വാട്ടർ ഹീറ്റർ നോക്കുക. ആ വാട്ടർ ഹീറ്ററിൻ്റെ താഴ്ഭാഗത്തായിട്ട് മെറ്റാലിക് വൈൻഡിങ്സ് കാണാൻ പറ്റുന്നില്ലേ, കുറച്ച് ചുരുളുകൾ. ആ ഭാഗമാണ് നമ്മൾ ഈ ഡിവൈസിനെ കറണ്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ചൂടാകുന്നത്. അതിനെ നമ്മൾ ഹീറ്റിംഗ് കോയിൽ എന്നാണ് ആ ചൂടാകുന്ന പാർട്ടിനെ നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഈ വാട്ടർ ഹീറ്ററിനെ വാട്ടറിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് വാട്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും വാട്ടർ ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്ന ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹീറ്റിംഗ് കോയിൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഏത് പദാർത്ഥമാണ് ഈ ഭാഗം നിർമ്മിക്കാൻ സാധാരണ ഉപയോഗിക്കുന്നത്? നിക്രോം ആണ്. ഇതിനായി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾക്ക് വേണ്ട സവിശേഷതകൾ എന്തെല്ലാം ആയിരിക്കണം? ഉയർന്ന റെസിസ്റ്റിവിറ്റി ആയിരിക്കണം, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ജ്വലിക്കാതെ, അതായത് ഓക്സീകരിക്കാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവുണ്ടായിരിക്കണം, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം, ലോ തെർമൽ എക്സ്പാൻഷനും ആയിരിക്കണം. ഇപ്പോൾ എന്തൊക്കെയാണ് ഹീറ്റിംഗ് കോയിലിന് വേണ്ട സവിശേഷതകൾ? ഉയർന്ന റെസിസ്റ്റിവിറ്റി ആയിരിക്കണം, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ജ്വലിക്കാതെ ദീർഘനേരം നിലനിൽക്കാൻ കഴിയണം, അതായത് റെഡ് ഹോട്ടായിട്ട് കുറേ നേരം നിൽക്കണം, അത് കത്തി നശിച്ചു പോകാൻ പാടില്ല. അതുപോലെ ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ്, പെട്ടെന്ന് തന്നെ അത് ഉരുകി പോകാൻ പാടില്ല. അതുപോലെ ലോ തെർമൽ എക്സ്പാൻഷൻ, ചില മെറ്റലുകളൊക്കെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിന് എക്സ്പാൻഷൻ, വികസനം സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വികസനം സംഭവിക്കാത്ത എലമെൻറ്റും ആയിരിക്കണം. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം ഉപയോഗിച്ചാണ്. നിക്കൽ, ക്രോമിയം, ഇരുമ്പ് എന്നീ ലോഹങ്ങളുടെ സങ്കരമാണ് നിക്രോം. അപ്പോൾ നിക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? നിക്കൽ, ക്രോമിയം, അയൺ. അപ്പം നിക്രോം എന്ന് പറയുമ്പോൾ നിക്കലും ക്രോമിയം നമുക്ക് ഓർമ്മ വരും, ഓട്ടോമാറ്റിക്കലി ആ പേരിൽ നിന്ന് കിട്ടും. പക്ഷെ കൂട്ടത്തിൽ ആരും കൂടെ ഉണ്ട്? അയണും ഉണ്ട്. നിക്രോമിൻ്റെ ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുവന്ന ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ ലോ തെർമൽ എക്സ്പാൻഷനും നിക്രോമിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് നിക്രോം നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഹീറ്റിംഗ് കോയിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് തന്നെയല്ലേ നമ്മൾ ഹീറ്റിംഗ് കോയിലാകാനുള്ള എലമെൻറ്റിൻ്റെ പ്രത്യേകതകളുടെ കൂട്ടത്തിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ്സുകൾ സെയിം തന്നെ അല്ലായിരുന്നോ? ഇനി ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെയും ചില ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഏതൊക്കെയാണ്? മൈക്രോവേവ് ഓവനും ഇൻഡക്ഷൻ കുക്കറും. ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെയും താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് മൈക്രോവേവ് ഓവനും ഇൻഡക്ഷൻ കുക്കറും. മൈക്രോവേവ് ഓവനിൽ മൈക്രോവേവും ഇൻഡക്ഷൻ കുക്കറിൽ എഡ്ഡി കറണ്ടുമാണ് അവിടെ താപം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാകുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സേഫ്റ്റി ഫ്യൂസ് അഥവാ സുരക്ഷാ ഫ്യൂസ്. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സുരക്ഷാ ഫ്യൂസിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഫ്യൂസ് വയർ. സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രധാന ഭാഗം ഏതാണ്? ഫ്യൂസ് വയർ ആണ്. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ലോഹസങ്കരങ്ങളാണ്. ഏതൊക്കെ ലോഹസങ്കരങ്ങൾ ചേർന്നിട്ടാണ് ഫ്യൂസ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത്? ടിന്നും ലെഡുമാണ്. ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരമാണ് ഫ്യൂസ് വയർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ടിന്നിൻ്റെ അകത്ത് ലെഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സേഫ് അല്ലേ, ഉറുമ്പൊന്നും കയറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എലമെൻസുകളുടെ പേര് മറക്കാതെ കിട്ടും. അപ്പം ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരമാണ് എന്ത്? സേഫ്റ്റി ഫ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്യൂസ് വയറിന് താരതമ്യേന താഴ്ന്ന ദ്രവണാങ്കമാണുള്ളത്. അതായത് അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവായിരിക്കും. ഓരോ സർക്യൂട്ടിലും അതിലൂടെ പ്രവഹിക്കേണ്ട കറണ്ടിന് അതിനനുസൃതമായ ഫ്യൂസ് വയറാണ് ഉപയോഗിക്കുന്നത്. ഫ്യൂസ് വയർ ഉരുകിപ്പോകാൻ ഇടയാക്കുന്ന അമിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്തെല്ലാമായിരിക്കും?
ഓവർലോഡിംഗ്, ഷോർട്ട് സർക്യൂട്ട്, ഇതൊക്കെ നമുക്ക് പറയാം. ഫ്യൂസ് വയറിനെ സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ഏതു രീതിയിലാണ്? ശ്രേണി രീതിയിലാണോ അതോ സമാന്തരമായിട്ടാണോ? ശ്രേണിയായിട്ടാണ് നമ്മൾ ഫ്യൂസ് വയറിനെ സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹം വർദ്ധിച്ചാൽ ജൂൾ നിയമം അനുസരിച്ച് കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നറിയാം നമുക്ക്. ഇതുമൂലം ഫ്യൂസ് വയറിന് എന്ത് സംഭവിക്കും? ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യും. താപം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഫ്യൂസ് വയർ ഉരുകാൻ കാരണം എന്തായിരിക്കും? അതിന് മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവുള്ള വയറാണ് നമ്മൾ ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കുന്നത്. ഫ്യൂസ് വയർ ഉരുകിപ്പോയാൽ സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുമല്ലോ. ഈ അവസരത്തിൽ സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിന് എന്ത് സംഭവിക്കും? അവിടെ വൈദ്യുത പ്രവാഹം നിലയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സേഫ്റ്റി ഫ്യൂസ് ഇലക്ട്രിക് സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അമിതമായ കറണ്ട് കയറി വരുന്ന സമയത്ത് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം സേഫ്റ്റി ഫ്യൂസിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന വയറിന് മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണെന്നറിയാം. ആ വയർ മെൽറ്റ് ചെയ്ത് പോവുകയും ചെയ്യും, ഉരുകിപ്പോകും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് കറണ്ടൊന്നും നമ്മുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൽ, ഹോം അപ്ലയൻസസിലേക്ക് കടന്നു വരില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോം അപ്ലയൻസസ് ഒക്കെ സേഫ് ആക്കി വെക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കാം ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും എന്താണെന്ന്. ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ മെയിൻസിലെ 2 വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നതാണ് ഷോർട്ട് സർക്യൂട്ട്. ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലോ നെഗറ്റീവ് ടെർമിനലോ അല്ലെങ്കിൽ മെയിൻസിലെ 2 വയറുകളോ തങ്ങളിൽ പ്രതിരോധമില്ലാതെ, റെസിസ്റ്റൻസ് ഇല്ലാതെ സമ്പർക്കത്തിൽ, കോണ്ടാക്റ്റിൽ വരുന്നതിനെയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഓവർലോഡിംഗ് എന്ന് നോക്കാം. ഒരു സർക്യൂട്ടിൽ താങ്ങാനാവുന്നതിലധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതാണ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്റ്റൻഷൻ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്ലഗിൽ നിന്ന് തന്നെ പവർ നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് അല്ലേ. മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്, അയൺ ബോക്സ് വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് തന്നെ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ കറണ്ട് എടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ആ പോയിന്റിന് അത് ശരിക്കും ഒരു ഓവർലോഡ് അല്ലേ. ഒരു സർക്യൂട്ടിൽ ബന്ധിച്ചിരിക്കുന്ന ഫ്യൂസിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയം മുഴുവനും ഫ്യൂസ് വയറിൽ ചെറിയ തോതിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ താപം ചുറ്റുപാടുകളിലേക്ക് പ്രേഷണം ചെയ്തു പോകുന്നു. സർക്യൂട്ടിൽ അനുവദനീയമായതിനേക്കാൾ കൂടുതൽ കറണ്ട് ഒഴുകുമ്പോൾ ക്രമത്തിലധികം താപമുണ്ടാകുന്നു. അപ്പോൾ പ്രേഷണം വഴി നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ കൂടുതൽ താപം യൂണിറ്റ് സമയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ ഫ്യൂസ് വയർ ഉരുകുന്നു. അപ്പോൾ സർക്യൂട്ടിലൂടെ കറണ്ട് ഒഴുകുമ്പോഴൊക്കെ ഫ്യൂസ് വയർ ചെറിയ തോതിൽ ചൂടാകുന്നുകൊണ്ട് ആ ഉണ്ടായ ചൂട് സറൗണ്ടിങ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ക്രമത്തിലധികം കറണ്ട് ഒഴുകുന്ന സമയത്ത് ഈ താപം സറൗണ്ടിങ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനേക്കാട്ടിലും മുമ്പ് തന്നെ ഒരുപാട് കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് താപം വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹീറ്റ്. അപ്പോൾ ഈ സർക്യൂട്ടിനത് താങ്ങാൻ പറ്റാതെ വരികയും ആ ഫ്യൂസ് വയർ എന്ത് ചെയ്യുന്നു? മെൽറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, ഉരുകിപ്പോകുന്നു. ഒരു സർക്യൂട്ടിലൂടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലമുള്ള അപകടങ്ങളിൽ നിന്നും നമ്മെയും ഉപകരണങ്ങളെയും സംരക്ഷിക്കാനുള്ള സംവിധാനമാണ് സുരക്ഷാ ഫ്യൂസ് അഥവാ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. ഉപകരണങ്ങൾക്കനുസരിച്ച് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അളവിലും വ്യത്യാസമുണ്ടാകുന്നുണ്ട്. അതിനാൽ അനുയോജ്യമായ ആംപെയറേജിലുള്ള ഫ്യൂസ് വയർ തിരഞ്ഞെടുക്കണം. അപ്പോൾ എന്താണ് ഈ ആംപെയറേജ്? ഒരു ഉപകരണത്തിൻ്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആ ഉപകരണത്തിൻ്റെ ആംപെയറേജ് എന്ന് പറയുന്നത്. ഓരോ ഉപകരണത്തിനും ഒരു പർട്ടിക്കുലർ പവർ കാണുമല്ലോ, അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആ ഉപകരണത്തിൻ്റെ ആംപെയറേജ് എന്ന് പറയുന്നത്. ഇനി ഇതിലൊരു ഗേജ് കൊടുത്തിട്ടുണ്ട്. ഗേജ് എന്നത് ചാലക കമ്പിയുടെ വ്യാസത്തിൻ്റെ വ്യുൽക്രമമാണ്. അതിനാൽ ഗേജ് കൂടുന്നതിനനുസരിച്ച് ചാലകത്തിൻ്റെ കനം കുറയുകയും ആംപെയറേജ് കുറയുകയും ചെയ്യും. എന്ന് വെച്ചാൽ എന്താണ്? ഗേജ് എന്ന് പറയുന്നത് ഒരു കണ്ടക്റ്റിംഗ് വയറിൻ്റെ തിക്നെസ്സിൻ്റെ ഡയമീറ്ററിൻ്റെ റെസിപ്രോക്കലാണ്. ഇപ്പോൾ ഡയമീറ്റർ D ആണെന്നുണ്ടെങ്കിൽ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/D ആണ്. ഓക്കെ, ഡയമീറ്ററിൻ്റെ റെസിപ്രോക്കലാണ് ഗേജ് എന്ന് പറയുന്നത്. ഡയമീറ്ററിൻ്റെ വാല്യൂ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഗേജ് എന്ത് ചെയ്യും? കൂടി വരും അല്ലേ. അപ്പോൾ ഗേജിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ചാലകത്തിൻ്റെ കനം കുറയുകയും അതുപോലെ തന്നെ ആംപെയറേജും അവിടെ കുറയുന്നുണ്ട്. ഇതൊരു പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആംപെയറേജ് എന്താണെന്നുള്ളത് കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഇനി നോക്കാം, വീടുകളിലെ ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ഘടിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഫ്യൂസ് വയറിൻ്റെ അഗ്രങ്ങൾ യഥാസ്ഥാനങ്ങളിൽ ദൃഢമായി ബന്ധിപ്പിക്കണം. ഫ്യൂസ് വയർ കാരിയർ ബേസിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കരുത്. അതുപോലെ തിക്നെസ് കൂടിയ വയറുകൾ നമ്മൾ ഉപയോഗിക്കരുത്. കോപ്പർ വയർ പോലെയൊക്കെയുള്ള തിക്നെസ് കൂടിയ വയറുകൾ നമ്മൾ ഒഴിവാക്കണം.
ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇലക്ട്രിക് പവർ. എന്താണ് വൈദ്യുത പവർ? യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് വൈദ്യുത പവർ. എങ്ങനെയാണ്? ഒരു യൂണിറ്റ് സമയത്തിനുള്ളിൽ ഒരു വൈദ്യുത ഉപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് വൈദ്യുത പവർ എന്ന് പറയുന്നത്. പവർ കണക്കാക്കുന്നത് P വർക്ക് ബൈ ടൈം, പ്രവൃത്തി ബൈ സമയം എന്നാണ്. ഇനി പവറിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? നമുക്ക് നോക്കാം. ജൂൾ നിയമം അനുസരിച്ച് ഒരു സർക്യൂട്ടിൽ T സെക്കൻഡ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം അഥവാ ചെയ്യുന്ന പ്രവൃത്തിയാണ് H. അതായത് ജൂൾ നിയമം അനുസരിച്ച് ഒരു സർക്യൂട്ട് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് തന്നെയാണ്. ഹീറ്റിനോട് ഇക്വലൻ്റ് ആണ് അവിടുത്തെ വർക്ക് ഡൺ, ആ സർക്യൂട്ടിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്തിനോട് ഇക്വലൻ്റ് ആണ്? ഹീറ്റ് ജനറേറ്റഡിനോട് ഇക്വലൻ്റ് ആണ്. അപ്പോൾ H/T എന്ന് എഴുതാം അല്ലേ. H എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്. I²RT എന്നുള്ളതാണ് ഹീറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ P I²RT ഡിവൈഡഡ് ബൈ T വരും. ആ ടി വി ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും ക്യാൻസലായി പോവും. നമുക്ക് കിട്ടും P I²R എന്ന് കിട്ടും. ഈ ഐയും ആറും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അങ്ങോട്ട് ഓംസ് ലോ അങ്ങോട്ട് അപ്ലൈ ചെയ്യും. I V/R എന്നൊരു ഇക്വേഷൻ അറിയാം, R V/I എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഐയുടെയും ആറിൻ്റെയും സ്ഥാനത്ത് ഈ പറഞ്ഞ ഇക്വേഷനുകൾ നമ്മൾ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ Pക്ക് നമുക്ക് രണ്ട് ഇക്വേഷനും കൂടെ കിട്ടും. P V²/R എന്നൊരു ഇക്വേഷനും കിട്ടും. P V/I എന്ന് പറയുന്നൊരു ഇക്വേഷനും കൂടെ കിട്ടും. അപ്പോൾ വൈദ്യുത പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്. W, ക്യാപിറ്റൽ ലെറ്റർ W ആണ് യൂസ് ചെയ്യുന്നത്. വൈദ്യുത പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. അപ്പോൾ നോക്കുക, നമ്മൾ ഹീറ്റിന് 3 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പവറിന് 3 ഇക്വേഷൻസ് നമുക്ക് എഴുതാം. P I²R എന്നും P V²/R എന്നും P VI എന്നുള്ള ഇക്വേഷൻസ് നമുക്ക് കിട്ടും. ഹീറ്റ് ജനറേറ്റഡ് H തന്നെയാണ് എന്തെന്ന് പറയുന്നത് W. അപ്പോൾ Hൻ്റെ സ്ഥാനത്ത് W എഴുതിയാലും കറക്റ്റ് തന്നെ. അടുത്തൊരു പ്രോബ്ലമാണ് ആംപിയറേജ് കണ്ടുപിടിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സർക്യൂട്ടിലെ ഒരു ഉപകരണം 540 വാട്ട് പവർ ഉപയോഗിക്കുന്നു. വോൾട്ടേജ് 230 വോൾട്ട് എങ്കിൽ ആംപിയറേജ് എത്ര എന്ന് കണക്കാക്കുക. ആംപിയറേജ് നമുക്കറിയാം വാട്ടേജ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. പവർ തന്നിട്ടുണ്ട് 540 വാട്ട് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് 230. അപ്പോൾ നമുക്ക് 2.34 ആംപിയർ എന്നാണ് നമുക്ക് കിട്ടുക ആംപിയറേജ്, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2.4 ആംപിയർ. അപ്പോൾ ആംപിയറേജ് നമുക്കറിയാം പവറും അതിനുമേൽ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും റേഷ്യോ ആണെന്ന് നമുക്കറിയാം, അനുപാതമാണെന്ന് നമുക്കറിയാം. അതായത് P/V. Pക്ക് ഒരു ഇക്വേഷൻ നമുക്ക്, പവറിനൊരു ഇക്വേഷൻ നമുക്കറിയാമല്ലോ, VI ഡിവൈഡഡ് ബൈ V ചെയ്യുമ്പോൾ നമുക്ക് I തന്നെ ഉത്തരം കിട്ടും. അതായത് 540 വാട്ട് പവറുള്ള ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസിൽ നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ അതനുസരിച്ച് പരമാവധി ആ അപ്ലയൻസിലൂടെ ഒഴുകാൻ പറ്റുന്ന കറണ്ടാണ് ശരിക്കും എന്ന് പറയുന്നത് ആംപിയറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടക്റ്റിംഗ് വയറിൻ്റെ തിക്നെസ് കുറച്ച് കഴിയുമ്പോൾ റെസിസ്റ്റൻസ് അവിടെ കൂടുന്നു. റെസിസ്റ്റൻസ് കൂടി കഴിയുമ്പോൾ കറണ്ടിൻ്റെ ഫ്ലോ കുറയുന്നു, അതായത് ആംപിയറേജ് കുറയുകയാണ് ചെയ്യുന്നത് അവിടെ. അടുത്തൊരു പ്രോബ്ലം നോക്കാം. 115 ഓം പ്രതിരോധമുള്ള ഒരു താപന ഉപകരണത്തിലൂടെ 2 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ഉപകരണത്തിൻ്റെ പവർ എത്ര? അപ്പോൾ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 115 ഓം, കറണ്ട് തന്നിരിക്കുന്നത് 2 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ പവറിനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാമല്ലോ, I²R. അപ്പോൾ 2² × 115 460 വാട്ട് എന്ന് നമുക്ക് കിട്ടും. അടുത്ത ചോദ്യം, 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വൈദ്യുത ബൾബിലൂടെ 0.4 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുന്നുവെങ്കിൽ ബൾബിൻ്റെ പവർ കണക്കാക്കുക. ഇവിടെ കറണ്ട് തന്നിരിക്കുന്നത് 0.4 ആംപിയർ ആണ്, വോൾട്ടേജ് 230. അങ്ങനെയാണെങ്കിൽ പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? V/I. അപ്പോൾ 230 × 0.4 92 വാട്ട് എന്ന് നമുക്ക് പവറിൻ്റെ ഉത്തരം കിട്ടും. ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടും യൂസസും ഇന്നത്തെ വീഡിയോ കൊണ്ട് തീർന്നിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്